everyone, welcome to Egan Learn. ऊपर बहुत ऊंचाई पर नीले आकाश में एक सुंदर इंद्रधनुष रहता था. उनका नाम है സപ്തം. നമ്മുടെ കഥയിലെ കഥാപാത്രമായിരുന്ന നമ്മുടെ ഇന്ദ്രധനുഷ് ആരായിരുന്നു? ഇന്ദ്രധനുഷ് മഴവില്ല് അല്ലേ? മഴവില്ലിന്റെ പേരെന്തായിരുന്നു? സപ്തം എന്നായിരുന്നു. മഴവില്ല് ഭൂമിയിലെ ഈ ഒരു വലിയ ഭംഗി കണ്ടിട്ടല്ലേ, സുന്ദരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് ഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് തോന്നുകയാണ് എനിക്കൊന്ന് ഭൂമിയിൽ പോയിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന്. അങ്ങനെ ആ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ആര് പോവാണ്? നമ്മുടെ ഈ സപ്തം. ഞാൻ സപ്തം തന്നെയാണ് പറയുന്നത്, മഴവില്ലെന്ന് പറയുന്നില്ല. നമുക്ക് വേണ്ടതും ആ സപ്തം എന്നുള്ള പേര് തന്നെയാണ്. അപ്പൊ എന്താണ് സപ്തം? എവിടെ പോവാണ്? ഭൂമിയിലെ കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ? സന്ധ്യ ആയപ്പോ ആൾക്ക് പേടിയായി, ഇരുട്ട് വന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ ഒരു മരത്തിന് നമ്മൾ എന്താ ഹിന്ദിയിൽ പഠിച്ചത്? പേട് അല്ലേ? അപ്പൊ ഒരു മരത്തിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ക്യാ मैं तुम्हारी टहनियों पर आराम कर सकता हूँ? ഞാൻ നിന്റെ ടഹനിയാം എന്താണ്? ചില്ലകളായിരുന്നല്ലേ? അപ്പൊ ഞാൻ നിന്റെ ചില്ലകളിൽ ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആര്? നമ്മുടെ ഈ സപ്തം ആരോടാണ് ചോദിച്ചത്? നമ്മുടെ പേടിനോട് ചോദിച്ചു അല്ലേ? അങ്ങനെ ഇരിക്കവേ എന്താണ് നമ്മുടെ പേട് മറുപടി പറഞ്ഞത്? അയ്യോ, എന്റെ ശാഖകളിൽ ഒന്നും നിനക്ക് വിശ്രമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോ വിഷമിച്ചിട്ട് ആര് പോവാണ്? നമ്മുടെ സപ്തം അടുത്ത ആളുടെ അടുത്തേക്ക് പോവാണ്. അടുത്ത ആരുടെ അടുത്തേക്ക് പോയത്? അതെ, ജർന അല്ലേ? ജർന ആരാണ്? അരുവി. അപ്പൊ അരുവിയുടെ അടുത്ത് പോയി ചോദിക്കാണ്. ക്യാ मैं तुम्हारी पानी में सो जाऊं? ഞാൻ നിന്റെ ആ ഒരു വെള്ളത്തിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ജർന എന്തു പറഞ്ഞു? അയ്യോ ഇല്ലല്ലോ, നിനക്ക്, അതായത് ഒരു സപ്തമായിട്ടുള്ള നിനക്ക് എങ്ങനെയാണ് എന്റെ ഈ വെള്ളത്തിൽ ഉറങ്ങാൻ സാധിക്കുക? അപ്പൊ നിനക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞപ്പോ ആർക്ക് വിഷമായി? വീണ്ടും നമ്മുടെ സപ്തമിന് വിഷമായി. അങ്ങനെ സപ്തം പോയി ഒരു കുട്ടിയോട് ചോദിക്കുകയാണല്ലേ. ആ കുട്ടിയോട് പോയി ചോദിച്ചപ്പോ കുട്ടി എന്താണ് പറയാ? ആ, എന്റെ വീട്ടിൽ താമസിച്ചോ, അങ്ങനെയാവുമ്പോ എന്താണ്, എനിക്ക് എന്റെ സപ്തമാണെന്ന് പറയാലോ, എനിക്ക് എന്റെ മഴവില്ലാണെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആരാണ് ആ കുട്ടി? ആ കുട്ടിയുടെ വീട്ടില് ഈ മഴവില്ലിനെ താമസിപ്പിക്കുകയാണ് അല്ലെ? നമ്മുടെ സപ്തമിനെ താമസിപ്പിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? സപ്തമിന്റെ നിറമൊക്കെ മങ്ങിത്തുടങ്ങി അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സപ്തം ശരിക്കും എവിടെയാ നിൽക്കേണ്ടത്? ആകാശത്തിലാണല്ലേ? ആകാശം വിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ആർക്കുണ്ടായി? നമ്മുടെ ഈ ഒരു മഴവില്ലിനുണ്ടായി. അപ്പൊ ആള് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രമൊക്കെ എന്തിലുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓർമ്മയില്ലേ അത്? അപ്പോഴാണ് ആർക്ക് മനസ്സിലായത്? നമ്മുടെ സപ്തമിന് മനസ്സിലായത്, ആ, ഞാൻ ജീവിക്കേണ്ട സ്ഥാനം എവിടെയാണ്? ആകാശമായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആ ഒരു വർണ്ണങ്ങൾ അല്ലേ, വർണ്ണങ്ങളെല്ലാം 7 വർണ്ണങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും എന്ന് ആര് വിചാരിക്കുകയാണ്? നമ്മുടെ മഴവില്ല് വിചാരിച്ച് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് ഈ കുട്ടി മഴവില്ലിനെ വീണ്ടും തിരിച്ചയക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു ഈ ഒരു കഥ കൊണ്ട് നമുക്ക്, ഈ ചിത്രകഥ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്? നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഓരോരോ കാരണങ്ങളുണ്ടല്ലേ? നമുക്ക് ഓരോരോ സ്ഥലങ്ങളുമുണ്ട്. അവിടെ മാത്രമേ നമുക്ക് അനുയോജ്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഈ പാഠത്തില് പ്രധാനമായിട്ട് നമുക്ക് വരിക എന്തൊക്കെയാണ്? കോൺവെർസേഷൻ വരാം അല്ലേ? നമ്മുടെ ഈ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് ആര്? സപ്തം പേടിന്റെ അടുത്ത് പോയി, ജർണയുടെ അടുത്ത് പോയി, അതുപോലെ തന്നെ ആ കുട്ടിയുടെ അടുത്ത് പോയി. ഈ ഒരു കോൺവെർസേഷൻ വന്നൂടെ? അപ്പൊ അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ശരി, ബൈ.